Welcome to the class. Today we are discussing a small topic in the subject mechatronics, and today's topics are light sensors, encoders, resolver, synchro and vibration sensor. First of all, we will learn what is light sensor, and these are passive devices to convert light energy into electric energy. It is also known as photoelectric sensors. And here there are different type of light sensors available, and first one is photoemissive sensor. When sunlight act at the emitter, it will emit a amount of electron, and this will be collected at the collector and makes a flow. Normally cesium like materials are used as photoemissive sensor material, and you can have a figure in which incident light act at the emitter and electron will emit to the collector and makes an electric circuit. This is the working of photoemissive sensor. Now we will discuss what is photoconductive sensor. What is the difference between photoemissive and photoconductive? In photoconductive sensor, when the material is exposed to the sunlight, that will vary its resistance. അതായത് നമ്മൾ ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയൽ സൺലൈറ്റിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യും, അഥവാ കണ്ടക്ടിവിറ്റി കൂടും. ഇത് വെച്ചിട്ടുള്ള ഒരു സെൻസറാണ് ഫോട്ടോ കണ്ടക്റ്റീവ് സെൻസർ. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R = A × e⁻⁻. ഇതിനകത്ത് R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കാഡ്മിയം സൾഫൈഡ് ആണ് LDR ഫോട്ടോസെല്ലിൽ. അതുപോലെ E എന്ന് പറയുന്നത് ലൈറ്റ് ഇൻറ്റൻസിറ്റി ആണ്. അതുപോലെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ക്യാപിറ്റൽ എയും സ്മോൾ എയും അതിനുപയോഗിക്കുന്ന കോൺസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് ചിത്രം കാണാൻ പറ്റും. ഒരു സർക്യൂട്ട് സിമ്പിൾ തന്നിട്ടുണ്ട്. നേരെ ഡയറക്റ്റ് സൺലൈറ്റിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യും ബൈ ഡിഫറൻസ് ഇൻ റെസിസ്റ്റൻസ്. അടുത്തത് ഫോട്ടോ വോൾട്ടൈക് സെല്ലാണ്. ഫോട്ടോ വോൾട്ടൈക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ exposed to the sunlight, this material will emit electron by receiving photon of the sunlight at atomic level. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മീൻസ് ദാറ്റ് സെമി കണ്ടക്ടർ ഡിവൈസസ്. commonly used material is silicon or germanium. These materials are used as photovoltaic sensor and it will produce electricity directly. ഒരു ചിത്രം നമുക്ക് കാണാം. ചിത്രത്തിൽ കാണാൻ പറ്റും സൺലൈറ്റ് നേരെ ഫോട്ടോ വോൾട്ടാനിക് സെൻസറിൽ വന്ന് പതിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ എമിറ്റ് ഇലക്ട്രോൺ ആൻഡ് ബ്ലിങ്ക് ദ ലൈറ്റ്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈറ്റ് ബ്ലോ ചെയ്യാൻ തുടങ്ങും. നൗ വി വിൽ ഡിസ്കസ് വാട്ട് ഈസ് എ ഫോട്ടോ ജംഗ്ഷൻ സെൻസർ. ഫോട്ടോ ജംഗ്ഷൻ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സെൻസേഴ്സിൻ്റെ എല്ലാം ഒരു ഇതാണ്, ഒരു കോമ്പിനേഷനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊരു ബയാസിങ് കണ്ടീഷൻ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിലാണെങ്കിൽ അതൊരു ഫോട്ടോ വോൾട്ടായിക് സെല്ലിൻ്റെ ഒരു എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും ഒരു പി സൈഡും ഒരു എൻ സൈഡും ഉണ്ടാവും. സൺലൈറ്റ് വന്നിട്ട് അതിനകത്ത് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലുള്ള ഈ ബാരിയറിനാണ് ഡിഫ്ലക്ഷൻ ബാരിയർ എന്ന് പറയുക, ഡിപ്ലേഷൻ ബാരിയർ. ആ ഡിപ്ലേഷൻ ബാരിയറിൻ്റെ ലെങ്ത് കൂടുന്നതും കുറയുന്നതനുസരിച്ചാണ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക. കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവില്ല. കുറഞ്ഞു വരുമ്പം ഇലക്ട്രോൺ ഫോർവേഡ് ബയാസിലേക്ക് കൂടി ഇപ്പുറത്തേക്ക് വരും. അത് വെച്ചിട്ടുള്ള ഓപ്പറേഷനാണ് വിത്തൗട്ട് ബയാസിങ് അഥവാ ഫോർവേഡ് ബയാസിങ് കണ്ടീഷനിലാണെങ്കിൽ ഇതിനൊരു ഫോട്ടോ വോൾട്ടായിക് സെല്ലാണെന്ന് പറയാം. നേരെ റിവേഴ്സ് കണ്ടീഷനിലാണെങ്കിൽ അതിനെ ഒരു ഫോട്ടോ കണ്ടക്റ്റീവ് ഡിവൈസ് ആണെന്ന് പറയാം. നിങ്ങൾക്ക് താഴെ ചിത്രം കാണാൻ പറ്റും. റിവേഴ്സ് ബയാസിങ്ങിൻ്റെ ഒരു കണ്ടീഷനാണ്. റിവേഴ്സിങ് ബയാസിങ്ങിൽ ഡാർക്ക് ലൈറ്റ് ആണെങ്കിൽ കറണ്ട് ഫ്ലോ വളരെ കുറവായിരിക്കും. ലൈറ്റിൻ്റെ അളവ് കൂടിക്കൂടി വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫ്ലോയും കൂടിക്കൂടി വരും. ഇതാണ് ഇതിൻ്റെ വർക്ക് എക്സ്പീരിയൻസ്. ഇതാണ് ഏറ്റവും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോട്ടോ ഇലക്ട്രിക് ഡിവൈസ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന എൻകോഡറാണ്. എൻകോഡർ എന്നുള്ളത് നമ്മൾ കോമൺലി കേട്ടറിവെങ്കിലും ഉള്ളതാണ്. ബിക്കോസ് ഇറ്റ്സ് എ ഡിവൈസ് ഓർ സർക്യൂട്ട് ഓർ ട്രാൻസ്ഡ്യൂസർ ഓർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം അൽഗോരിതം ഓർ എ പേഴ്സൺ ദാറ്റ് കൺവേർട്ട് ഇൻഫർമേഷൻ ഫ്രം വൺ ഫോർമാറ്റ് ടു കോഡ് ടു അനദർ. നമുക്ക് നോർമലി
ഉള്ള ഒരു ഇൻഫർമേഷൻ ആ കോഡ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അയക്കുന്നതുമായ കാര്യത്തിനാണ് എൻകോഡിംഗ് എന്ന് പറയുക. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അതുപോലെ തന്നെ സ്പീഡ് വളരെ കൂടുതലാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സ്പീഡ് വളരെ കൂടുതലാണ്. സീക്രട്ട് ആയിരിക്കും എന്താണ് ഡാറ്റ എന്നുള്ളത് ചോർത്താൻ പറ്റില്ല. അതേപോലെ തന്നെ ഹൈലി സെക്യൂർഡ് ആണ്. പിന്നെ കോഡ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വാക്കുകളാണ്. വലിയൊരു വേർഡ് തന്നെ നമുക്ക് കോഡാക്കിയിട്ട് ചുരുക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ കുറച്ച് മെമ്മറി മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ടൈപ്സ് ആണ്. മെയിനായിട്ട് 2 ടൈപ്പ് എൻകോഡേഴ്സാണ് ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിൽ കാണാൻ പറ്റും. ഒന്ന് ലീനിയർ എൻകോഡർ, രണ്ടാമത്തെ റോട്ടറി എൻകോഡറാണ്. അത് അടുത്ത സ്ലൈഡിൽ വരും. ലീനിയർ എൻകോഡറിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റർ ഉണ്ടാവും, ഒരു കണ്ടൻസർ ലെൻസ് ഉണ്ടാവും, പിന്നെ ഒരു സ്കാനിങ് റിട്രീൽ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു സ്കെയിൽ ഉണ്ടാവും. ഈ സ്കെയിലിൽ വന്ന് പതിക്കുന്ന അളവിനനുസരിച്ചിട്ട് ഇവിടെ ഒരു റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതിൻ്റെ അകത്ത് ബ്ലാക്ക് സ്പോട്ടിന് നമുക്ക് 1ഉം വൈറ്റ് സ്പോട്ടിന് നമുക്ക് 0യും എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അളവിനെ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ലൈറ്റ് ഇവിടെ വന്നിട്ട് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നതാണ് ഗ്രേ കളറിൽ കാണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് വൺ അവിടെ ഹോളാണ്. അതുകൊണ്ട് തന്നെ ലൈൻ ഇപ്പുറത്തേക്ക് കടന്നു പോയിട്ടുണ്ട്. അത് ചുവപ്പ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിനൊരു ബൈനറി കോഡായിട്ട് എഴുതുകയാണെങ്കിൽ താഴത്തേത് 2⁻0, 2⁻1, 2⁻2, 2⁻3 എന്ന് എഴുതുകയാണെങ്കിൽ 2⁻3 + 2⁻2 + 2⁻1 ആണ് ഇതിൻ്റെ ആൻസർ വരിക. കാരണം 2⁻0 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് ലീനിയർ എൻകോഡറിൻ്റെ ഒരു വർക്കിംഗ്. ഇനി രണ്ടാമത് വരുന്നതാണ് റോട്ടറി എൻകോഡർ. റോട്ടറി എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. ലൈറ്റ് തന്നെയാണ്. അത് റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ ഇതിലേക്കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇപ്പുറത്തൊരു ഫോട്ടോ സെൻസർ ഉണ്ടാവും. അത് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ റൊട്ടേറ്റിംഗ് ഡിസ്കിനെ പല ബൈനറി കോഡ്സായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇത് ഏറ്റവും പുറത്തുള്ള 2⁻0, പിന്നെ 2⁻1, 2⁻3, 2⁻4 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഒരു സജഷന് വേണ്ടിയിട്ട് ഈ ഒരു ഡയറക്ഷനിലാണ് വാല്യൂസ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 2⁻0 എന്നുള്ളത് 0 ആണ്, ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ബ്ലാക്ക് കളർ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2⁻1 ഉണ്ട്, 2⁻2 ഉണ്ട്, 2⁻3 ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് എല്ലാവിധ സാധനത്തിൻ്റെയും കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഈ മൊത്തത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മൊത്തം ഡാറ്റ നമ്മൾ 2⁻0 + 2⁻1 + 2⁻2 + 2⁻3 എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി അഥവാ സ്പേസും മെമ്മറി എല്ലാം റെഡ്യൂസ് ആവും. ഇതാണ് റോട്ടറി അല്ലെങ്കിൽ ലീനിയർ എൻകോഡേഴ്സ്. ഇനി പറയുന്ന റിസോൾവേഴ്സ് ആണ്. റിസോൾവേഴ്സ് ആർ യൂസ്ഡ് in accurate servo and robot system to measure angular displacement. The signal can be differentiated to obtain velocity. റിസോൾവർ എന്ന് പറയുന്നത് നമ്മളുടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇതിന് ഒരു റോട്ടറി ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ ആണെന്ന് പറയാം. അതിൻ്റെ വെച്ചിട്ട് ഡിഗ്രി ഓഫ് റൊട്ടേഷൻ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. V1 = K × RF V reference into sin theta, V2 = K × V reference into sin theta. ഇതിൻ്റെ അകത്ത് V reference എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആയിരിക്കും. AC സപ്ലൈ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കാം. K എന്നുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ്, അഥവാ റിസോൾവർ കോൺസ്റ്റൻ്റ് ആണ്. V1ഉം V2 നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നൽസ് ആണ്. അത് വെച്ചിട്ട് തീറ്റ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് റിസോൾവർ. ഇനി സിങ്ക്രോസ് ആണ്. സിങ്ക്രോസ് എന്ന് പറയുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. മെക്കാനിക്കൽ ഇൻപുട്ടിന് അഥവാ മെക്കാനിക്കൽ ഇൻപുട്ട് മെയിനായിട്ട് വരിക സ്റ്റാർട്ടിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ മോട്ടറിൻ്റെ റൊട്ടേഷനൊക്കെയാണ്. ആ റൊട്ടേഷനെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിങ്ക്രോസ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു ട്രാൻസ്ഫോമറായിട്ട് ഒരു മീറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇറ്റ്സ് എ ട്രാൻസ്ഫോമർ ഹൂസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി കപ്ലിംഗ് മേ varied by physically changing the relative orientation of the two windings. Synchros are often used for measuring the angle of rotating machine such as an antenna platform. In its general physical construction, it is much like an electric motor. നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റാർ കണക്റ്റഡ് എലമെൻറ്റ് പോലെ തോന്നും. ഇതിനകത്ത് സ്റ്റേറ്റർ 1ഉം സ്റ്റേറ്റർ 2ഉം സ്റ്റേറ്റർ 3ഉം ഉണ്ട്, അതുപോലെ ഒരു റോട്ടറും ഉണ്ട്. ആ റൊട്ടേറ്റിംഗ് എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 120 ഡിഗ്രിയിലാണ് ഇപ്പം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഇലക്ട്രിക് സിഗ്നലിനെ മെക്കാനിക്കൽ സിഗ്നലായിട്ടും മെക്കാനിക്കൽ സിഗ്നൽ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിങ്ക്രോസ് യൂസ് ചെയ്യുന്നത്.
ഇനി അക്വാസ്റ്റിക് എമിഷൻ സെൻസറാണ്. അക്വാസ്റ്റിക് എമിഷൻ സെൻസർ എന്ന് പറഞ്ഞാൽ സൗണ്ട് സെൻസറാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഉണ്ടാകുന്ന സൗണ്ട് വേരിയേഷൻ അല്ലെങ്കിൽ വേവ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ആണ് അക്വാസ്റ്റിക് എമിഷൻ സെൻസർ. നിങ്ങൾക്ക് ഇപ്പോൾ ചിത്രത്തിൽ കാണാൻ പറ്റും ഒരു അക്വാസ്റ്റിക് എമിഷൻ സെൻസർ യൂണിറ്റ് സിസ്റ്റമാണിത്. അക്വാസ്റ്റിക് സിസ്റ്റമാണ്. ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു വേവ് ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അക്വാസ്റ്റിക് സെൻസർ അതിനെ നോട്ട് ചെയ്യും. അതിൻ്റെ സിഗ്നൽ വളരെ പൂറാണെന്ന് നിങ്ങൾക്ക് ചിത്രം കാണാൻ മനസ്സിലാവും. പിന്നെ ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്യും. ആ സിഗ്നലിനെയാണ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. ആ സിഗ്നൽ വെച്ചിട്ട് സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റും എത്രയാണ് ഇവിടെ ഉണ്ടാകുന്ന സൗണ്ടിൻ്റെ ക്വാണ്ടിറ്റി എന്നുള്ളത്. വേവ് കൂടുകയാണോ കുറയാണോ എല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റാണ് അക്വാസ്റ്റിക് എമിഷൻ സെൻസർ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വൈബ്രേഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. മാസ്, സ്പ്രിങ്, അതുപോലെ തന്നെ ഒരു ഡാമ്പർ, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു വെലോസിറ്റി, ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ വൈബ്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ആക്സിലറോമീറ്ററും സീസ്മോമീറ്ററും. നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ആക്സിലറേഷനിലും മെഷർ ചെയ്യാൻ പറ്റുന്ന ഏത് എക്യുപ്മെൻറ്റ് വെച്ചിട്ടും ഡയറക്റ്റ്ലി വൈബ്രേഷൻ മെഷർ ചെയ്യാൻ പറ്റും. അത് കമ്പൈൻ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് വൈബ്രേഷൻ സെൻസ് ചെയ്യാൻ വേണ്ട പാർട്സാണ് ചിത്രത്തിൽ കാണിച്ചത്. സ്പ്രിങ് വേണം, മാസ് വേണം, അതുപോലെ ഡാമ്പർ വേണം. ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസർ ഇവിടെ വെച്ചിട്ടുണ്ട്. അന്നേരം ഇവിടെ ഉണ്ടാകുന്ന മാസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് കുറേ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇതാണ് ഒരു സീസ്മിക് വൈബ്രേഷൻ അനലൈസർ. അതുപോലെ ഇതൊരു ലേസർ ഡോപ്ലർ വൈബ്രോമീറ്റർ ആണ്. ടാർഗറ്റിൻ്റെ കുറേ അകലത്ത് വെച്ച് നോൺ കോൺടാക്ട് ടൈപ്പ് വൈബ്രേഷൻ മെഷറിംഗ് എക്യുപ്മെൻ്റ് ആണ്. അതിൻ്റെ അകത്തുള്ള ലേസർ സിഗ്നലിൻ്റെ വേരിയേഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് എത്ര വൈബ്രേഷൻ ഉണ്ടായി എന്ന് ഫൈൻഡ് ചെയ്യുന്നത്. ഇതാണ് ലേസർ ഡോപ്ലർ വൈബ്രോമീറ്റർ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.